ദില്ലിയിൽ വിദേശ വനിതയെ കൂട്ടബലാത്സംഗം ചെയ്തു. മഹിബാൽപൂരിൽ ബ്രിട്ടീഷ് വനിതയാണ് രണ്ടുപേർ കൂട്ടബലാത്സംഗം ചെയ്തത്. സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഏറെ ദാരുണമായ സംഭവം, എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? അതിര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തിനെ കാണാനെത്തിയിട്ടുള്ള ബ്രിട്ടീഷ് വിദേശ വനിതയ്ക്കാണ് ഇത്തരത്തിലൊരു കൂട്ട ബലാത്സംഗത്തിന് ഇരയായ സംഭവവുമായി ബന്ധപ്പെട്ട ഈ യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പ്രതികളൊക്കെ തന്നെയും ഈ ബ്രിട്ടീഷ് വനിതയ്ക്ക് മെസ്സേജുകൾ അയക്കുകയും അത്തരത്തിൽ സുഹൃത്ത് ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ അവധിക്കാലം ആഘോഷിക്കാനായി ദില്ലിയിലെത്തിയും അതോടൊപ്പം ഇന്ത്യയിലെ വിവിധ മേഖലകളിലും എത്തിയിട്ടുള്ള വിദേശ വനിത നേരത്തെയും ഇത്തരത്തിൽ ഈ സുഹൃത്തുമായി സംസാരിക്കുകയും മുംബൈയിലും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നേരത്തെയും അവധിക്കാലത്തെത്തിയപ്പോൾ കാണാൻ താല്പര്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ഈ പ്രതികളായിട്ടുള്ള രണ്ടുപേരും ഇതിന് വിസമ്മതിക്കുന്നു. പിന്നീട് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിയിൽ യുവതി നൽകിയിരിക്കുന്നത്. എന്തായാലും ദില്ലിയിലെ മഹിൽപാൽപൂരിൽ വെച്ചിട്ടുള്ള ഹോട്ടലിൽ വെച്ചാണ് ഈ രണ്ട് പ്രതികളും ഈ സ്ത്രീയെ ബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന ഒരു പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതികളായിട്ടുള്ള കൈലാഷിനെയും അതോടൊപ്പം കൈലാഷിൻ്റെ സുഹൃത്തായിട്ടുള്ള വസീമിനെയും ഇപ്പോൾ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം ഈ ബലാത്സംഗത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾക്കൊക്കെ തന്നെ വേണ്ടിയും ഇപ്പോൾ ഇരുവരെയും പോലീസ് കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ എന്തായാലും ഇന്ത്യ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെയും ഈ സുഹൃത്തുക്കൾക്ക് വലിയ രീതിയിൽ ഈ മെസ്സേജ് അയക്കുകയും അതോടൊപ്പം കാണണമെന്ന് ഈ പ്രതികൾ താല്പര്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതി ഇന്ത്യയിലെത്തിയപ്പോൾ ദില്ലിയിലേക്ക് എത്തിയത്. എന്തായാലും ചൊവ്വാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. എന്തായാലും രണ്ട് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആതിര. അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത്. കൃത്യമായ ഒരു ആസൂത്രണം പ്രതികൾ ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നടക്കം അറിയേണ്ടതുണ്ട്. കൃത്യമായ ചോദ്യം ചിലടക്കം ഇനി നടക്കുമ്പോൾ അതിലൊരു വ്യക്തത ഉണ്ടാകും. തീർച്ചയായും അതിൽ അങ്ങനെ തന്നെയാണ്. ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ദില്ലി പോലീസ് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ള കൈലാഷിനെയും അതോടൊപ്പം വസീമിനെയും അറസ്റ്റ് ചെയ്യാനായത്. ഇരുവരെയും ദില്ലിയിലെ വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ ഈ ഇൻസ്റ്റഗ്രാം റീലുകൾ എടുക്കുന്ന അത്തരത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു ഈ പ്രതി എന്നാണ് യുവതി പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നതൊക്കെ തന്നെ ഈ പ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള കൈലാഷിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാണ് തങ്ങൾ സംസാരിച്ചിരുന്നത് എന്ന വിവരങ്ങളൊക്കെ തന്നെയും ഈ യുവതി പരാതിയിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലേക്ക് വരണമെന്നും തന്നെ കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം അറിയിച്ചതിന് പിന്നാലെയാണ് ദില്ലിയിലേക്ക് യുവതി എത്തിയതും. ഇതിന് പിന്നാലെ ചൊവ്വാഴ്ച ദിവസം മഹിൽപൂരിൽ വെച്ച് ഇത്തരത്തിലൊരു ഹോട്ടലിൽ റൂം എടുക്കുകയും ഈ മുറിയിൽ വെച്ചാണ് തൻ്റെ സുഹൃത്തുമായി എത്തിയിട്ട് കൈലാഷ് വീണ്ടും ഇത്തരത്തിലൊരു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നൊരു വിവരമാണ് ഇപ്പോൾ യുവതി പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രതികളും ഈ കൂട്ടബലാത്സംഗത്തിൽ മറ്റു പ്രതികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിച്ച് വരികയാണ്. ഈ ഹോട്ടൽ മുറികളൊക്കെ തന്നെയും പരിശോധന ഇതിനോടകം തന്നെ ദില്ലി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. അതിര. ശരി, വ്യക്തമാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.